നിങ്ങൾക്ക് വേണോ യാവോളം സ്നേഹം, അതായത് ഒരിക്കലും നിലക്കാത്ത സ്നേഹം, നമ്മൾക്ക് ആഗ്രഹം ക്ഷമിക്കോളം ഉള്ള സ്നേഹം. മനുഷ്യന്മാരൊക്കെ എങ്ങനെയാണല്ലോ, സ്നേഹം കിട്ടിയാൽ മതിയാവുമല്ലോ. ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കണം ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് നമ്മൾ അതിയായിട്ട് ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ നമുക്ക് അങ്ങനത്തെ സ്നേഹം കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. അതിന് അപാരമായ ക്ഷമ വേണം, അതൊരു ത്യാഗമാണ്, ഒരുപാട് പ്രയാസങ്ങൾ. അത് നമ്മുടെ മനസ്സതിനെ അനുവദിക്കില്ല. എന്താണെന്നല്ലേ, നമ്മൾ ഒരു മനുഷ്യൻ്റെ അടുത്ത് നിന്നല്ലേ നമുക്ക് ഇത്രയും സ്നേഹം പ്രതീക്ഷിക്കുന്നു. അയാളെ നമ്മൾ മനുഷ്യനാണെന്ന് കണക്കാക്കാൻ നമുക്ക് കഴിയണം. അതായത് നമ്മളെപ്പോലത്തെ ഒരു മനുഷ്യരാണ്. നമ്മളെന്താ പ്രത്യേകത വെച്ചാൽ നമ്മൾക്കറിയാം ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നത് എനിക്കറിയില്ല, ഞാനതിൽ നിസ്സഹായനാണ്. ആ സമയത്ത് എനിക്ക് ദേഷ്യം വന്ന് ഞാൻ ദേഷ്യപ്പെട്ടു, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ സങ്കടം വരുന്നു, അല്ലെങ്കിൽ അസൂയ വരുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയോ അസ്വസ്ഥതകൾ വരുന്നു. ഇതൊന്നും നമുക്ക് നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ നമുക്കതിന് ഉത്തരമില്ല. ഞാൻ പറഞ്ഞൊരു ഉത്തരം, നമ്മളുടെ തല എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം തലയില്ല, അതിൽ നമ്മുടെ കാരണവന്മാർ മൊത്തമുണ്ട്. അവരനുഭവിച്ച അത്രയും അനുഭവങ്ങളുടെ ഒരു കളക്ഷൻ, ജെനറ്റിക്സ് എന്ന് പറയും, ജീൻ. അത് നമ്മുടെ സ്വഭാവം ചിലപ്പോൾ മുത്തച്ഛൻ്റെയോ ഏതെങ്കിലും നമ്മുടെ പാരമ്പര്യത്തിലല്ല, അല്ലെങ്കിൽ നമ്മുടെ അസൂയയോ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പ്രയാസമല്ലേ, ആ സ്ഥാനത്ത് കയറിയിട്ട് ഒരു ദുഃഖം വരുന്ന, സങ്കടം വരുന്ന, എന്താണെന്ന് തന്നെ അറിയില്ല. എന്തൊക്കെയോ നമ്മൾ ആഗ്രഹിക്കാത്ത എന്തൊക്കെയോ നമ്മൾ തലയിലേക്ക് വരുന്നുണ്ട് അല്ലേ. അത് എവിടെ നിന്നറിയും, പാരമ്പര്യം. പിന്നെ വേറൊന്നുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ജനിച്ച സമയത്ത് 7 വയസ്സിന് മുമ്പ് നമ്മുടെ തലയ്ക്ക് കയറി എന്തൊക്കെയാണെന്ന് അറിയില്ല, അതൊക്കെ നമ്മുടെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ ആഗ്രഹിക്കാത്ത ആരോ നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ആ ഒരാൾ നമ്മളുടെ നിയന്ത്രണം വിട്ടിട്ട് പെരുമാറുമ്പോൾ നമ്മളതിൻ്റെ മുന്നിൽ നിസ്സഹായനാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാം. അതായത് ഇത് ഞാനല്ല, ഈ ദേഷ്യപ്പെട്ടത് ഞാനല്ല, ഈ സങ്കടപ്പെട്ടത് ഞാനല്ല, ഈ അസൂയ പ്രകടിപ്പിക്കുന്നത് ഞാനല്ല, ഈ വെറുപ്പ് പ്രകടിപ്പിക്കുന്നത് ഞാനല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മൾ നിസ്സഹായരാണ് അല്ലേ. നമ്മളൊന്നും മനസ്സിൽ കൈവച്ച് ചിന്തിച്ച് നോക്കിയേ, അത്ര അവസ്ഥ നമുക്ക് എല്ലാവർക്കും ഇല്ലേ. അതേപോലത്തെ ഒരു മനുഷ്യരാണ് അയാളും എന്നുള്ള തിരിച്ചറിവ്, അയാളൊരു മനുഷ്യരാണെന്നുള്ള തിരിച്ചറിവ്, ആ തിരിച്ചറിവ് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ, അതായത് അയാൾ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത മാതിരി പെരുമാറുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അയാളും എന്നെപ്പോലത്തൊരു മനുഷ്യനാണ്. ഇപ്പോൾ അയാൾ ആ പെരുമാറുന്നുണ്ടല്ലോ, അത് അയാൾ ആഗ്രഹിച്ച് ചെയ്തതല്ല. അയാളും നിസ്സഹായമായൊരവസ്ഥയിൽ അയാളുടെ ഉള്ളിൽ നിന്ന് വന്നു പോയതാണ് ആ ദേഷ്യം, അല്ലെങ്കിൽ ആ സങ്കടം, ആ പെറുപ്പെറുപ്പ്, അസ്വസ്ഥത, അല്ലെങ്കിൽ അസ്ഥാനത്തേക്കുള്ള പെരുമാറ്റം. അത് അയാളുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത് പോലെ അറിയാണ്ട് അയാളുടെ ജെനറ്റിക്സ്, അയാളുടെ പാരമ്പര്യം കയറി കളിച്ചതാണ്. അതിനെക്കുറിച്ച് ദുർബലരായ സമയത്തായിരിക്കും ചിലപ്പോൾ ക്ഷമ കിട്ടാത്ത ഒരവസ്ഥയിൽ നിൽക്കായിരിക്കും. എന്താണ് ക്ഷമ എന്ന് വെച്ചാൽ, രാവിലെ നമുക്ക് എണ്ണിച്ചട്ടപ്പം പോലെ ഒരു നിശ്ചിത ക്ഷമയുള്ളൂ. അത് തീർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ അസുഖമായിരിക്കും. ചിലപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ക്ഷമ കെടുത്ത് ഒരുപാട് കാര്യം അടിക്കടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ടല്ലോ, ചിലപ്പോൾ ഉറക്കം ശരിയായിട്ടുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ ഊർജ്ജം കുറഞ്ഞ സമയത്ത് അയാളെ പിടിച്ചാൽ കിട്ടില്ല. ആ സമയത്ത് അയാളുടെ ഉള്ളിലെ പാരമ്പര്യമാണ് ആ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചറിയാൻ. അയാളൊരു മനുഷ്യനാണ്. അല്ലെങ്കിൽ 7 വയസ്സിന് മുമ്പ് അയാളുടെ ഉള്ളിൽ കയറിയ, അയാൾ പോലും അറിയാതെ വന്ന സ്വഭാവമാണ് ആ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് അയാളെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത് എന്ന തിരിച്ചറിവ്. അയാൾക്ക് നമ്മുടെ ഒരു സാമീപ്യം ആവശ്യമാണ്, സാന്ത്വനം ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ അയാൾ പറഞ്ഞത് കേൾക്കുക എന്നുള്ളത്, അയാൾക്ക് നമ്മൾ പറഞ്ഞത് കേൾക്കുക എന്നുള്ളത് അത് നമ്മൾ ചെയ്യണം. അത് നമ്മൾ ചെയ്താലാണ് നമ്മൾക്കും ഈ പറഞ്ഞ അൺകണ്ടീഷണലാവും. നമ്മൾക്കും ഇതുപോലത്തെ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അവരോട് പറയുമ്പോൾ അവരും കേൾക്കുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കേട്ട്, നിങ്ങളൊരു കാര്യം ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എന്താണെന്നറിയോ, ഇവിടെ ഇപ്പോൾ പല കപ്പിൾസ് തമ്മിലും അല്ലെങ്കിൽ കൂട്ടുകാർ തമ്മിലും അല്ലെങ്കിൽ ബിസിനസ്സുകാർ തമ്മിലും ഒക്കെ സ്നേഹത്തിൻ്റെ കൂടുതൽ കാരണത്താൽ പ്രശ്നം ഉണ്ടാവാറുണ്ട്. 90% റീസണും സ്നേഹക്കുറവല്ല, സ്നേഹം കൂടുതലായിരുന്നു അവരുടെ ഇടയിലുള്ള പ്രശ്നത്തിൻ്റെ രൂക്ഷമായിട്ടുള്ള കാരണമുള്ളത്. അതായത് നമ്മളിപ്പോൾ ഒരാളോട് ഒരാൾ പ്രയാസപ്പെട്ടിരിക്കാൻ നമുക്ക് മനസ്സിലായി. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ അവരോട് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു. എന്തുകൊണ്ടാണ് നമ്മളൊരു ചൂണ്ടിക്കാണിച്ച് പറഞ്ഞതറിയോ, അവരങ്ങനെ വിഷമത്തിലിരിക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അവർക്ക് ഉണ്ടാവുന്ന വിഷമം എന്താ നമുക്കറിയാം, നമ്മൾക്കുള്ള അതേ വിഷമം. ആ വിഷമത്തിൻ്റെ മുന്നിൽ നമ്മൾ എത്ര നിസ്സഹായരാണ്, അത് നമ്മൾ എത്രമാത്രം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അത് എത്രമാത്രം വേദനയുണ്ട്, അതൊക്കെ നമുക്കറിയാം. അപ്പോൾ അത്രക്കും വലിയൊരു പ്രയാസം നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വിഷമമാണ് വരിക. ഇപ്പോൾ ഒരു കുട്ടി വീണ് കഴിഞ്ഞാൽ അമ്മ എന്താ ചെയ്യുക, ആദ്യം ഒരു കുട്ടീനെ അടിക്കും ചിലപ്പോൾ അല്ലേ. അതേപോലെ നമുക്ക് വിഷമമാണ്. ആ ആളെത്ര പ്രയാസപ്പെട്ട് കാണുമ്പോൾ നിനക്കെങ്കിലും നീ ഉഗ്രയാണോ എന്നുള്ള ആ വേദനയുടെ വെളിച്ചത്തിൽ ചിലപ്പോൾ ചില ഉപദേശങ്ങൾ നമ്മൾ കൊടുത്തു നിൽക്കും. പക്ഷെ ആ ഉപദേശം കിട്ടുമ്പോൾ അവർക്ക് എന്താ തോന്നുന്നറിയും, കാരണം അവർക്ക് ഉപദേശത്തിൻ്റെ അത്ര ആവശ്യമല്ലുള്ളത്. കാരണം അവർക്കറിയാം ഈ പ്രശ്നത്തെക്കുറിച്ചിട്ട്, ഇതിനെങ്ങനെ നേരിടണമെന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണകളുണ്ട്. ആ ഉപദേശത്തിന് അവർക്ക് കുറ്റപ്പെടുത്തലായിട്ട് തോന്നാം. നമ്മൾ നല്ലൊരു സതുപദേശം കൊടുത്തായിരിക്കും, പക്ഷെ അവർക്കത് ഒരു കുറ്റപ്പെടുത്തലായിട്ടാണ് തോന്നുന്നത്. ആ കുറ്റപ്പെടുത്തൽ അവർ പ്രൊവോക്കഡാവും. കാരണം അവർ മുറിവിലാണ് നമ്മൾ
കുത്തിയത്. അത് അവർ നിസ്സഹായമായി നിൽക്കുന്ന, അത് നമ്മൾ പറയുന്ന കാര്യം അവർക്കറിയാം, അതവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതേ കാര്യം, അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം നമ്മൾ എടുത്തിട്ട് നിനക്ക് എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്നത് എന്താ പറയുക, ഞാൻ എത്രയോ ശ്രമിച്ചതല്ലേ, എന്നിട്ട് എന്നെക്കൂടെ പറ്റാത്തൊരു കാര്യത്തിന് തന്നെ എടുത്തിട്ട് വീണ്ടും അതും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നു കേൾക്കുമ്പോൾ അവരാകെ ദേഷ്യം പിടിക്കും. അവരുടെ നിയന്ത്രണം വിട്ടും, കൂടുതൽ നിയന്ത്രണം വിടും. അതായത് നമ്മൾ നല്ല സതുദ്ദേശത്തോടു കൂടി പറഞ്ഞ ഒരു ഉപദേശം അവരെ സംബന്ധിച്ച് കുറ്റപ്പെടുത്തലായി മാറുകയും അത് അവരെ കൂടുതൽ പ്രൊവോക്ക് ചെയ്യുകയും അവർ വയലൻ്റായിട്ട് നമ്മളോട് പെരുമാറുകയും ചെയ്യും. എന്താ വയലൻ്റായിട്ട് പെരുമാറാനുള്ള കാരണം? നമ്മൾ അവരെ മനസ്സിലാക്കുന്നില്ലോ എന്നുള്ള വിഷമം. അങ്ങനെ വയലൻ്റായിട്ട് പെരുമാറുമ്പോൾ നമ്മൾ ന്യായീകരിക്കും. ഞാനിപ്പോൾ എന്ത് ചെയ്തു? ഞാനിപ്പോൾ നല്ല കാര്യമില്ലേ പറഞ്ഞത്? ശരിയാണ്, നമുക്ക് സംബന്ധിച്ചോളം നല്ല കാര്യമാണ്. നമ്മൾ നല്ല സമാധാനത്തിരിക്കാണല്ലോ, സ്വസ്ഥതയിൽ ഇരിക്കാണല്ലോ, നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കാണല്ലോ, അപ്പം നമുക്ക് നല്ല കാര്യമാണ്. പക്ഷേ അവർ നിസ്സഹായ അവസ്ഥയിൽ, ദുർബലാവസ്ഥയിൽ, എന്തോ ഒരു ക്ഷീണം ബാധിച്ച്, ക്ഷമ നശിച്ച് ഒരു അസ്വസ്ഥമായ അവസ്ഥയിൽ നിൽക്കുക. അപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ കണ്ടീഷൻ കൂളായിട്ട് നിൽക്കുകയാണ്. അത് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മളുടെ കണ്ടീഷൻ അല്ല, അപ്പോൾ അവരുടെ കണ്ടീഷൻ നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഈ കണ്ടീഷൻ വെച്ചിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടല്ലോ, നിനക്കെന്താ ഉൾക്കൊള്ളാൻ പറ്റാത്തത്? ഞാനൊരു നല്ല കാര്യം പറയുമ്പോൾ നീ എന്തിനാ അങ്ങനെ ചാടിക്കടിക്കാൻ പറ്റുന്നത്? എന്താ നീ വിചാരിച്ചത്? ഞാനെന്താ നിൻ്റെ മുന്നിൽ ഇതേപോലെ ഇത്രയൊക്കെ ഞാൻ ചെയ്തില്ലേ? ഞാൻ എന്തെല്ലാം ചെയ്തു? ഇതൊക്കെ ഞാൻ ചെയ്തില്ലേ? ചെയ്തൊക്കെ അവർക്കറിയാം. ചെയ്തതിനൊന്നും പ്രത്യുപകാരം ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമമായിരിക്കും അപ്പോൾ അവരുള്ളിൽ ഉണ്ടാവുക. അപ്പോഴാണ് നമ്മൾ ചെയ്തതിനെക്കുറിച്ച് വീണ്ടും എടുത്തിട്ട് പറയും. അപ്പോൾ അവരുടെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? അവരുടെ മുറിവിൽ പിന്നെയും കുത്തിയപ്പെടുത്തും. അത് രണ്ട് കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് സഹായിക്കണം എന്നുള്ള ചിന്തയാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ അയാളൊരു മനുഷ്യനാണ്, നമ്മളെപ്പോലത്തെ മനുഷ്യനാണ്. നമ്മൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മളുടെ ദുർബലാവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇപ്പം നമ്മളുടെ പവർഫുള്ളായിട്ട് നമുക്ക് എല്ലാ ക്ഷമയും എല്ലാ പവറുള്ള, എന്തുകൊണ്ട് ഈ പവർ നിനക്കും ഉണ്ടാക്കിക്കൂടാ? എന്തുകൊണ്ട് നിനക്ക് ക്ഷമിച്ചുകൂടാ? എന്തുകൊണ്ട് നിനക്ക് ഞാൻ പറഞ്ഞതുപോലെ ചെയ്തുകൂടാ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ വിഷമാണ് പറഞ്ഞത്. ഇതുപോലെ നിനക്ക് ചെയ്തുകൂടെ, നിനക്ക് രക്ഷപ്പെട്ടുകൂടെ, നിനക്ക് വേദന കരകയറിക്കൂടെ എന്നാണ് നമ്മൾ പറഞ്ഞത്. അത്ര ആത്മാർത്ഥമായിട്ട് നമ്മൾ പറയുമ്പോൾ അവർ ഈ മുറിവിനെ കുത്തിയ പോലെ പ്രകോപിതരാകുമ്പോൾ, നമ്മളെ നേരെ വീണ്ടും രൂക്ഷമായിട്ട് നോക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ നമ്മുടെ സ്നേഹത്തിനെ അവർ ചവിട്ടി തേച്ച പോലെ നമുക്ക് തോന്നും. നമ്മുടെ ഈഗോ ഹർട്ട്. അപ്പോൾ നമ്മളും പ്രവോക്കഡാവും. പിന്നെ സീൻ മാറി. ഇപ്പോൾ അവിടുത്തെ കണ്ടീഷൻ തന്നെ ഇവിടുത്തെ കണ്ടീഷൻ. അവരാളുടെ വീക്കാണ്, നമ്മളും വീക്കായി. പിന്നെ അവിടെ പെരുമാറണമെന്ന് നമ്മളല്ല, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പാരമ്പര്യം, പിന്നെ 7 വയസ്സിന് മുമ്പുള്ളതും, പിന്നെ ഈ അടിപിടിയിൽ നമ്മൾ പിന്നെ പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മളും പറയും, അവരും പറയും. പിന്നെ നമ്മുടെ തലയിൽ ഈ നേരത്തെ ഉണ്ടായ സ്നേഹമൊന്നുമില്ല, ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനെ നമ്മൾ ഊതിപ്പിടിപ്പിക്കുകയും ചെയ്യും. കാരണം നമ്മുടെ ഈഗോണ് ഹെർട്ട് ചെയ്തിട്ടുള്ളത്, നമ്മുടെ സ്നേഹത്തിനാണ് ചവിട്ടി തേച്ചത്. അവളെന്നെ മനസ്സിലാക്കുന്നില്ല, അവരെന്നെ മനസ്സിലാക്കുന്നില്ല, അതൊക്കെ പറഞ്ഞത്. ആളെന്നെ മനസ്സിലാക്കുന്നില്ല, അതൊക്കെയാണ് പറഞ്ഞത്. നമ്മളിതിനെ ഊതിപ്പിടിപ്പിച്ചിട്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ ഉള്ളിൽ ഈ ദേഷ്യം കെടാതെ സൂക്ഷിക്കട്ടെ. കാരണം അയാൾ എൻ്റെ സ്നേഹത്തിനെ ചവിട്ടി തേച്ചു, എൻ്റെ ആത്മാർത്ഥത മനസ്സിലാക്കിയില്ല, എൻ്റെ ആത്മാർത്ഥതയെ അപമാനിച്ചു എന്നുള്ള രീതിയിൽ അവർ സ്വന്തം ഈഗോനെ ഊതി ഉറപ്പിക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് തീർന്നില്ല കാര്യം. 2 ബോധമില്ലാത്ത മനുഷ്യന്മാരായിപ്പോൾ. നേരത്തെ ഒരാൾക്കെങ്കിലും ഉണ്ടായിരുന്നു, അപ്പോൾ ഇയാളുടെ ബോധം പോയി. പിന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകും, നമ്മൾ വിചാരിക്കാത്ത രീതിയിലൊക്കെ കാര്യങ്ങൾ പോകും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളുടെയൊക്കെ പ്രധാന പ്രശ്നം സ്നേഹക്കുറവല്ല, സ്നേഹക്കൂടുതലാണ്. പക്ഷേ അബോധാവസ്ഥയുള്ള സ്നേഹക്കൂടുതലാണ്. ബോധാവസ്ഥയുള്ള സ്നേഹമാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്നറിയോ? ഒരാൾ നമ്മളെ നേരെ പ്രകോപിതരായി നിൽക്കുമ്പോൾ നമ്മൾ ഉപദേശിക്കാൻ നിൽക്കില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരാളെ വളരെ പ്രയാസകരമായ അവസ്ഥയിൽ നിൽക്കുന്നത് കാണുമ്പോൾ അവരെ നമ്മൾ ഉപദേശിക്കാൻ നിൽക്കില്ല. നമ്മളുടെ അവസ്ഥയിൽ നിന്നുകൊണ്ട് എന്തുകൊണ്ട് ഇതുപോലെ നിനക്കും ചെയ്തുകൂടാ എന്ന് പറയില്ല. കാരണം എന്താ? ബോധമുണ്ട്, അയാൾക്കിപ്പോൾ അതിന് പറ്റില്ല എന്നറിയാം. ആ സമയത്ത് വേണ്ടത് അവർക്ക് ആ പ്രയാസങ്ങൾ കേൾക്കാൻ പറ്റിയ ഒരാളാണ്, ആശ്വസിപ്പിക്കാൻ പറ്റിയ ആളാണ്, അവർ ചാരത്ത് നിൽക്കാൻ പറ്റിയ ഒരാളാണ്. അത് നമുക്കാവാൻ പറ്റുമോ? ഒരു മാനദണ്ഡങ്ങളും ഇല്ലാതെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒന്നും ഒരു പെരുമാറില്ല. ആ സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു മാനദണ്ഡങ്ങളില്ലാതെ നമുക്ക് നിൽക്കാൻ പറ്റുമോ? അങ്ങനെ മാനദണ്ഡമില്ലാതെ നിന്ന് കഴിഞ്ഞാൽ അവരത് മനസ്സിൽ കോറി വെക്കും, കുത്തി വെക്കും. അത് അവരുടെ ഉള്ളിൽ ഇങ്ങനെ കയറും. അതായത് നമ്മളെ വിശ്വസിക്കാം എന്നുള്ള ബോധം അവർക്ക് വരും. പിന്നെ അവർക്ക് മനുഷ്യൻ്റെ വേറൊരു പ്രത്യേകിച്ച് റെസിപ്രോസിറ്റി എന്ന് പറയും. എന്നെ ആരെങ്കിലും സഹായിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവരെയും സഹായിക്കണം എന്നുള്ളൊരു തൃഷ്ണ അവരിലേക്ക് വരും. അപ്പോൾ നമ്മളിപ്പോൾ പ്രയാസത്തിരിക്കുമ്പോൾ അവരത് തിരിച്ചു തരും. ഇതിനാണ് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അൺകണ്ടീഷണൽ ലവ് നമുക്ക് എല്ലാവർക്കും സാധ്യമാണ്. ഒരൊറ്റ കണ്ടീഷനുള്ളൂ, അപ്പുറത്തിരിക്കുന്ന ആൾ മനുഷ്യനാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, നമ്മൾ ഈഗോ കയറിയിട്ട് നമ്മളുടെ ബോധം കളയാൻ പാടില്ല. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ യു ഗോട്ട് എ ക്ലൂ ആയി വരും. ഓക്കെ, സ്നേഹക്കുറവല്ല, സ്നേഹക്കൂടുതലാണ് പ്രശ്നം.
നമ്മൾ ഒരാളോട് ആത്മാർത്ഥമായിട്ട് സംസാരിക്കുമ്പോൾ അയാളുടെ കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കാതെ സംസാരിക്കുന്നതാണ് പ്രശ്നം. നമ്മൾ പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നില്ല. പിന്നെ നമ്മൾ എന്തൊക്കെയോ പറയുന്നത് അവർക്ക് ആൾറെഡി അറിയാം. അതിൻ്റെ മുന്നിൽ അവർ നിസ്സഹായരായി നിൽക്കുകയാണ്. അതായത് അവർക്ക് അവരോട് തന്നെ ഈ കാര്യത്തിൽ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മൾ അത് തന്നെ എടുത്തിട്ടിട്ട് അവർക്ക് എന്തുകൊണ്ട് അത് ചെയ്തുകൂടാന്ന് ചോദിക്കുമ്പോൾ എനിക്കിത് കഴിയുന്നില്ല എന്ന് പറയാൻ അവർക്ക് കഴിയില്ല, എന്നെ മനസ്സിലാക്കുന്നില്ലേ എന്ന് അവർ ചിന്തിക്കും. മനസ്സിലായോ? അത് കൂടുതൽ അവർ പ്രകോപിതരാക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അവരോട് ഞാനൊരു ഉപദേശം പറഞ്ഞു, അല്ലെങ്കിൽ നല്ലൊരു കാര്യമല്ല പറഞ്ഞത്, എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അവർക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിച്ചത്. അതിനവർ ഇത്ര ദേഷ്യം പിടിക്കേണ്ട ആവശ്യം എന്താ? അതിന് എൻ്റെ നേരെ ഇതിനെ കുറച്ച് കയറേണ്ട ആവശ്യം എന്താ? അവരെ മുറിവിനാണ് കുത്തിയത് നമുക്കറിയില്ല. അപ്പോൾ നമ്മളുടെ നിയന്ത്രണം പോയി. പിന്നെ രണ്ടാളും ഒരേ കണ്ടീഷനായി, അടിപിടിയായി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ വാക്കുകളുടെ വ്യാപ്തി വെച്ചിട്ട് നമ്മളിങ്ങനെ പെരുപ്പിച്ച് കൂട്ടി പിന്നെ എല്ലാം നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. ഇതാണ് മനുഷ്യൻ്റെ ബോധം. ഈ അബോധാവസ്ഥ നമുക്കില്ലാണ്ടാവണമെങ്കിൽ ഫസ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, സൈലൻസ്. ഒരാൾ പ്രകോപിതരാകുമ്പോൾ ഇവിടെ വേണ്ടത് സൈലൻസ്. സമയം കൊടുക്കും, അത് ചാരത്ത് നിൽക്കും. അതുപോലെ ഇവിടെ പ്രകോപിതരാകുമ്പോൾ അവിടെയും ചെയ്യേണ്ടതാണ് സൈലൻസ്. കാരണം പ്രയാസത്തിൽ നിൽക്കുമ്പോൾ, ക്ഷമയില്ലാത്ത സമയത്ത് നിൽക്കുമ്പോൾ, രോഗാവസ്ഥയിൽ നിൽക്കുമ്പോൾ, ക്ഷീണത്തിൽ നിൽക്കുമ്പോൾ അത് അയാളല്ല. ആ സമയത്ത് അവരുപദേശിക്കാതെ, അവർ പറഞ്ഞതൊന്നും ശരിയില്ലെങ്കിലും, ഒന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിലും സൈലൻസ് ഉണ്ടായിട്ട് അത് നമ്മൾ മെൻ്റൽ റിഹേഴ്സൽ ചെയ്യണം. അത് നേരത്തെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഇനി മുതൽ അവർ ഇതേമാതിരി എന്നെ പ്രകോപിപ്പിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെ ഉറപ്പായിട്ട് ചെയ്തിരിക്കും എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ 10,000 പ്രാവശ്യം റിഹേഴ്സൽ ചെയ്യണം. ഇനി പ്രകോപിതരാകുമ്പോൾ ഞാനെന്ത് ചെയ്യും എന്നുള്ളത് റിഹേഴ്സൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മനുഷ്യനാണേ നമ്മൾ മനസ്സ് നമ്മുടെ കയ്യിലൊന്നുമല്ല, നമുക്കറിയാലോ. അതിൽ പാരമ്പര്യവും 7 വയസ്സിന് മുമ്പുള്ള കിടക്കുക, അത് ആ ഒരു സംഗതി ട്രിഗർഡായി കഴിഞ്ഞാൽ പിന്നെ നമ്മളല്ല. അപ്പോൾ നമ്മുടെ പാരമ്പര്യം പോകണമെങ്കിൽ 7 വയസ്സിന് മുമ്പുള്ള നമ്മളുടെ ആ പ്രോഗ്രാമിങ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രമാത്രം പ്രാവശ്യം നമ്മൾ റിഹേഴ്സൽ ചെയ്യേണ്ടത്, മെൻ്റൽ റിഹേഴ്സൽ. അത് നമ്മളുടെ വീക്ക്നെസ്സിൽ എന്തൊക്കെ നമുക്കറിയാം, എപ്പോഴൊക്കെ നമ്മൾ പ്രകോപിതരായിട്ടുള്ളതെന്നറിയാം. ആ പ്രകോപിതരായ ഓരോ സിറ്റുവേഷൻസിനെ ലിസ്റ്റ് എടുത്തിട്ട് ഇനി ആ സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ എങ്ങനെ പെരുമാറും എന്നുള്ളത് പലവരും, ഞാൻ പറഞ്ഞില്ലേ 1000 പ്രാവശ്യം 10,000 പ്രാവശ്യം ബസ്സിലിരിക്കുമ്പോഴോ കാറിലിരിക്കുമ്പോഴോ വെറുതെ ഇരിക്കുമ്പോഴോ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴോ ഇങ്ങനെ റിഹേഴ്സൽ ചെയ്ത് നമ്മുടെ പാരമ്പര്യത്തിനെ മറികടക്കുന്ന രീതിയിലേക്ക് ആ സ്വഭാവം നമ്മുടെ ഉള്ളിലേക്ക് വന്നാൽ മാത്രമേ അത്തരം സിറ്റുവേഷൻ വീണ്ടും വരുമ്പോൾ നമുക്ക് അതിനെ എതിരിടാൻ പറ്റൂ. ഓക്കെ, മനസ്സിലാക്കുക. വി ആർ ജസ്റ്റ് ഹ്യൂമൻസ്, വി നീഡ് അണ്ടർസ്റ്റാൻഡിങ്. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ, അതായത് വിജയപരാജയങ്ങളിൽ എല്ലാ അവസ്ഥയിലും എന്ത് തന്നെ വന്നാലും, അതായത് നമ്മൾ മറ്റുള്ളവരോട് പറയാണ് യു ഹാവ് ഫുൾ ഫ്രീഡം, നിനക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ ചെയ്യാം, ഞാൻ നിന്നെ സ്നേഹിക്കും, നീ എങ്ങനെയാണോ അതുപോലെ നിൻ്റെ ദൗർബല്യങ്ങളും നിൻ്റെ ഗുണമേന്മകളും എല്ലാം ഉൾക്കൊണ്ട നിന്നെ രണ്ടും, അതായത് നമ്മുടെ ഡാർക്ക് സൈഡ് ആൻഡ് വൈറ്റ് സൈഡ് രണ്ടും ഞാൻ സ്നേഹിക്കും എന്ന ഒരു പ്രതിജ്ഞ എടുത്താലാണ് രണ്ട് മനുഷ്യർ തമ്മിൽ ഞാനീ പറഞ്ഞ പോലെ അൺകണ്ടീഷണൽ ലവ്, ആവോളം സ്നേഹം, ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം. നമ്മൾ പറയില്ലേ, ഒരാൾ എനിക്കുണ്ട്, എന്നെ മനസ്സിലാക്കുന്ന ആൾ, എന്നെ സ്നേഹിക്കുന്ന, ആവോളം സ്നേഹിക്കുന്ന ഒരാളുണ്ട്. ആ മനുഷ്യനെ നമുക്ക് കിട്ടണമെങ്കിൽ ഒരുപാട് ത്യാഗങ്ങൾ ആവശ്യമാണ്, നല്ല ക്ഷമ ആവശ്യമാണ്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. പാരമ്പര്യത്തിനെ വരെ മറികടക്കുന്ന രീതിയിലേക്ക് ചില തീരുമാനങ്ങളെടുത്ത് അതിന് റിഹേഴ്സൽ നടത്തിയാൽ മാത്രമേ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോഴേ തുടങ്ങാം. എന്നിട്ട് അത്തരം സ്നേഹം ലഭിക്കുന്ന ഒരാളായി മാറുന്നുള്ള പ്രതിജ്ഞ എടുക്കുക. എന്ത് തന്നെ വന്നാലും ഇനി മുതൽ ഞാൻ ഈ പറഞ്ഞ പോലെ ക്ഷമയോടുകൂടി ഞാൻ പെരുമാറും എന്നുള്ള മെൻ്റൽ റിഹേഴ്സൽ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് പാച്ചപ്പ് ചെയ്യാം. ഒരുപാട് വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് പെരുപ്പിച്ച് തലയിൽ കിടക്കുന്നുണ്ടാവും. അതിന് പിന്നെ നമ്മളും പെരുപ്പിച്ച് അത് ഭയങ്കരമായി ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ കിടക്കുന്നുണ്ടാവും. പക്ഷേ അതിലൊക്കെ തീ അണക്കണം, എന്നെല്ലാം ഓരോന്നിനെ തീ അണക്കണം. കാരണം അയാളൊരു മനുഷ്യനാണ്. ഒന്നങ്ങ് സ്നേഹിച്ച് നോക്ക്, ഒന്ന് നമ്മൾ താന്നു കൊടുത്തു നോക്ക്. അപ്പോൾ അവരതിനേക്കാളും കൂടുതൽ ചിലപ്പോൾ പെട്ടെന്ന് താന്നില്ലെന്ന് വരും. കാരണം വെച്ചാൽ അവർക്ക് സംശയമാവും. നമ്മളെ പുതിയൊരു സ്വഭാവം കാണുമ്പോൾ അവർക്ക് പെട്ടെന്ന് ദഹിച്ചോളുന്നില്ല. അവർ എന്തോ സംശയാധികവും, ഇതെന്തോ നമ്മളെന്തോ പറ്റിക്കാളവരോട് എന്തോ ഇയാൾ നമ്മളെ വേറെ രീതിയിൽ നമ്മളെ വീണ്ടും പ്രയാസപ്പെടുത്താനുള്ള പരിപാടിയാണെന്നൊക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ട് പലവരും ഇതല്ല, ഞാൻ മാറിക്കഴിഞ്ഞു എന്നവരുടെ മനസ്സിലല്ല, ബോധ മനസ്സിലല്ല, അബോധതലത്തിൽ വരെ മനസ്സിലാവുന്ന രീതിയിൽ ക്ഷമയോടുകൂടി നമുക്ക് പോകാൻ കഴിഞ്ഞാൽ ഏത് വലിയ പിണക്കങ്ങളും നമുക്ക് അവസാനിപ്പിക്കുകയും ചെയ്യാം. സോ ഐ hope you got an idea about
about our minds. You can understand this. I wish you a happy, great life. ആവോളം സ്നേഹം. താങ്ക് യു.